നമസ്കാരം, ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ലഹരി വിപത്തിനെതിരെ കേരള സർക്കാർ ഒരു ജനകീയ യുദ്ധം ആരംഭിക്കാൻ പോകുന്നു. അനുദിനം വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ അല്പം വൈകിയാണെങ്കിലും സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ ക്രൈസ്തവ സമൂഹം ശക്തമായി തന്നെ പിന്തുണയ്ക്കുകയാണ്. ഈ ജനകീയ യുദ്ധം നടന്നു കാണാൻ വളരെ കാലമായി സഭയും ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വില കൊടുക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ലഹരിയുടെ തിന്മകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തി എന്ന ഒറ്റ കാരണത്താൽ കേരള സമൂഹത്തിൽ ക്രൂരമായി വേട്ടയാടപ്പെട്ടവരാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയും നേതൃത്വവും. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം കാലം തെളിയിക്കുന്ന ഒരു ശരി കൂടെയാണ്. ലഹരിമുക്തമായ ഒരു നാട് സ്വപ്നം കണ്ടുകൊണ്ട് ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഒരുപാട് വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കും വഴിവെച്ച ഈശോ എന്ന സിനിമ OTTയിൽ റിലീസായിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ കാരണമില്ലാതെ അവഹേളിച്ച നാദിർ ഷാ എന്ന മിമിക്രിക്കാരൻ തന്നെ വളർത്തി വലുതാക്കിയ കലാഭവൻ എന്ന മഹാപ്രസ്ഥാനത്തോടും അതിൻ്റെ സ്ഥാപകനായ ആബേലച്ചനോടും കാണിച്ച അത്യന്തം നീചമായ ഒരു നന്ദികേട് എന്നതിലുപരി ക്രൈസ്തവ സമൂഹത്തോട് മുഴുവൻ കാണിച്ച അവഹേളനമായിട്ടാണ് ഈ സിനിമ വിലയിരുത്തപ്പെടുന്നത്. ചൈൽഡ് സെക്ഷൽ ഹറാസ്മെന്റ് ആധാരമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഈശോ എന്ന ടൈറ്റിൽ സിനിമയ്ക്കിട്ടിട്ട് അതിൻ്റെ അടിയിൽ നോട്ട് ഫ്രം ദി ബൈബിൾ എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ എഴുതിയും വെച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് തള്ളിയ നാദിർ ഷാ അത് വെറുതെയാണ് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവുമില്ലാതെയാണ് ശിവൻ എന്ന നായകന്റെ കഥ പറയാൻ ക്രൈസ്തവരുടെ പരമപരിശുദ്ധമായ ഈശോ എന്ന നാമത്തെ വലിച്ചിഴച്ചത്. ഭാര്യ ക്രിസ്ത്യാനിയാണെന്നതിനപ്പുറത്ത് ക്രൈസ്തവികതയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു നായകൻ തൻ്റെ മകളെ സെക്ഷലായി അബ്യൂസ് ചെയ്ത വിശ്വംഭരനെ കൊല്ലുന്നത് കത്തി നിൽക്കുന്ന മെഴുകുതിരികളുടെ നടുവിലുള്ള ഒരു കുരിശിൻ്റെ മുകളിലെ കൂർത്ത ഭാഗത്തേക്ക് അയാളെ വീഴ്ത്തിക്കൊണ്ടാണ്. കൊല്ലുന്ന ശിവനോ ചാകുന്ന വിശ്വംഭരനോ ക്രൈസ്തവീയതയുമായി ഒരു ബന്ധവുമില്ലെന്നിരിക്കെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും രക്ഷയുടെ പ്രതീകവുമായ വിശുദ്ധ കുരിശിനെ അവഹേളിക്കാൻ തന്നെയല്ലേ ആരുടെയോ ചട്ടുകമായി മാറിയ നാദിർ ഷാ ഈ രംഗങ്ങൾ സിനിമയിൽ ഉൾക്കൊള്ളിച്ചത്. പ്രതികരിക്കുന്ന ക്രൈസ്തവർക്ക് ക്രിസംഗി എന്ന് ചാപ്പകുത്താൻ ഇറങ്ങിത്തിരിച്ചവർക്ക് സുവർണ അവസരമായിരുന്നു ഈശോ എന്ന ഈ സിനിമ വിവാദം. ഒരു സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇതായിരുന്നു പുരോഗമനവാദികളുടെ പരിഹാസ ചോദ്യം. അവരോട് ചിലർ മറുചോദ്യം ചോദിച്ചു, മുഹമ്മദ് എന്ന പേരിൽ ഒരു കച്ചവട സിനിമ നിങ്ങൾക്ക് ഇറക്കാമോ എന്ന്. അവരാരും ഉത്തരം തന്നില്ല. പകരം ഹൈന്ദവ ദേവന്മാരുടെ പേരിൽ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന തർക്കുത്തരം മാത്രം മറുപടി നൽകി. സിനിമയുടെ പേര് വിവാദമായ സമയത്ത് നാദിർ ഷായുടെ പിടിവാശി കണ്ടപ്പോൾ പലരും ചിന്തിച്ചു ഈശോയുമായി കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന്. കുറഞ്ഞപക്ഷം ഏതെങ്കിലും ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ പേരെങ്കിലും ഈശോ എന്നാകുമെന്ന്. എന്നാൽ അത്തരത്തിൽ കണക്ട് ചെയ്യാവുന്ന ഒന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല എന്നതാണ് സത്യം. എന്നിട്ടും ഈശോ എന്ന പേര് ഒരു കാരണവശാലും മാറ്റാൻ കഴിയില്ല. സിനിമയുമായി ആ പേരിന് അത്രയും ബന്ധമുള്ളതിനാൽ മറ്റൊരു പേരിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് നാദിർ ഷായും ജയസൂര്യയും അടക്കമുള്ള അണിയറ പ്രവർത്തകർ വാശി പിടിച്ചത്. ചിലരുടെ പിടിവാശികൾക്ക് പിന്നിലെ രഹസ്യ അജണ്ടകൾ തുറന്നു കാട്ടുകയാണ് കാസിയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ. ഷെക്കേന ബിഗ് ഡിബേറ്റിലൂടെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇപ്പോഴൊക്കെ ഇവർക്ക് ഇതുമായിട്ട് ആ കഥാപാത്രത്തിന് ഈശോ എന്ന പേരുമായിട്ട് ഒരു ബന്ധവുമില്ലെങ്കിൽ വളരെ നിസ്സാരമായി ആ പേരവർക്ക് മാറ്റാമായിരുന്നു.
അവരത് മാറ്റാത്ത നിർബന്ധം പിടിച്ചു. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നവർ, അവർക്ക് ഫണ്ട് ചെയ്യുന്നവരുടെ നിർദ്ദേശം നാദൃശയായാലും അത് ജയസൂര്യ ആയാലും അത് പാലിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവർ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം പേരിൽ എന്തിരിക്കുന്നു എന്നാണ് ഇവർ ചോദിക്കുന്നത്. എഫ്ഐആർ എന്ന ചിത്രത്തിൽ എന്താണ് സംഭവിച്ചത്? ഷഹാദ എന്നൊരു വാക്ക് വന്നതിനാണ് അവർ മദ്രാസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ തടസ്സപ്പെടുത്തിയത്. അതുപോലെ തന്നെ ബീറ്റ്സ് എന്ന ഇതിനകത്ത് ഒരു തീവ്രവാദ ചിത്രത്തിൽ മുസ്ലിം തീവ്രവാദികൾ എന്നൊരു പദം ഉപയോഗിച്ചതിനാണ് അവർ അതിനെ തടസ്സപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം, അവർക്ക് ഒരു വിഭാഗത്തിൽ മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം, മറ്റു വിഭാഗക്കാർ ചെയ്തു പോയാൽ അത് മത നിന്ദയായി, പ്രവാചക നിന്ദയായി. ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം പാടില്ല. പക്ഷെ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് വരികയാണെങ്കിൽ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവർക്കാകാം. ഇത് വളരെ ബോധപൂർവമായിട്ട് തന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഈ പറയുന്ന ഇപ്പോൾ ടോം അച്ഛൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം നാദൃഷ എന്ന വ്യക്തിക്ക് കുരിശിന്റെ പവിത്രത എന്തെന്നും ഈശോ എന്ന നാമത്തിന്റെ പവിത്രത എന്തെന്നും ഇദ്ദേഹത്തെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് കൈപിടിച്ചുയർത്തി ഇവിടം വരെ എത്തിച്ച ആബേലച്ചൻ എന്ന ആ മഹാനായ ആ ഒരു വൈദികൻ തന്നെ പലതവണ ഇവരുടെ മുമ്പിൽ വെച്ച് ഈ കാലഘട്ടങ്ങളിൽ ഈശോയെ എന്ന് വിളിച്ചിട്ടുണ്ടാവും, ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും അറിയാത്ത വ്യക്തിയല്ല നാദൃശ എന്ന് പറയുന്നത്. വിവാദമുണ്ടാക്കി സിനിമ മാർക്കറ്റ് ചെയ്യുക എന്ന ഒരേ ഒരു ലക്ഷ്യമേ നാദൃശയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ജയസൂര്യയുടെ ശിവൻ എന്ന കഥാപാത്രത്തോട് തൻ്റെ പേര് ചോദിക്കുമ്പോൾ ഈശോ എന്ന് തുടക്കത്തിൽ പറയിപ്പിച്ചും സിനിമ കഴിയുമ്പോൾ നന്മ നിറഞ്ഞ മനസ്സുകളുടെ കൂടെ എന്നും അവനുണ്ട് ഈശോ എന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ചും നാദൃശ ചെയ്ത തട്ടിപ്പ് പരിപാടി മനസ്സിലാക്കാൻ കഴിയാത്തവരോട് എന്തു പറയാൻ? കള്ളസാക്ഷി പറയുന്നവരെയെല്ലാം കൊല്ലുന്ന കഥാപാത്രത്തെ രക്ഷകനെന്ന് ചിത്രീകരിക്കാൻ സിനിമ ചെയ്യുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ കൊലപാതകികളുടെ തെറ്റായ പ്രവൃത്തികളെ യേശു എന്ന ഏക രക്ഷകനുമായി താരതമ്യപ്പെടുത്തി ക്രൈസ്തവ വിശ്വാസത്തെ അങ്ങേയറ്റം നിന്ദിക്കുകയാണ് ചിത്രത്തിനൊടുവിൽ സ്ക്രീനിൽ തെളിയുന്ന ക്യാപ്ഷനിലൂടെ നാദൃശ ചെയ്തിരിക്കുന്നത്. തൻ്റെ സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ നാദൃശ സിനിമ വിജയിപ്പിക്കാൻ ഈശോയെ ഒന്ന് കൂട്ടുപിടിച്ച് നോക്കിയതാണ്. പരസഹായമില്ലാതെ നാദൃശ സ്വന്തമായി സംവിധാനം ചെയ്ത സിനിമയാണ് കേശു ഈ വീടിൻ്റെ നാഥൻ. യേശു ഈ വീടിൻ്റെ നാഥൻ എന്നത് ഒട്ടുമിക്ക ക്രൈസ്തവ ഭവനങ്ങളുടെയും വാതിൽപ്പടിയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വിശ്വാസ സാക്ഷ്യത്തിൻ്റെ അടയാളമാണ്. എന്നാൽ ഈ വാക്യത്തെ തരം താഴ്ത്തി വെറും തറ നിലവാരത്തിൽ ചെയ്ത ഈ സിനിമ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. സിനിമാ സംവിധാന മേഖലയിലെ മുൻനിര സംവിധായകരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു 4ാംകിട സ്ഥാനത്തിന് പോലും നാദൃശ അർഹനല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈശോ എന്ന ഈ സിനിമയിലൂടെയും. ഇത്തരം അമ്പേ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള സിനിമകൾക്ക് ക്രൈസ്തവ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് മാർക്കറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നാദൃശ ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്തുകൊണ്ടാണ് ക്രൈസ്തവർ നാദൃശയുടെ കച്ചവട തന്ത്രത്തെ എതിർത്തത്? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഈശോ എന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിപാവനമായ നാമമാണ്. മാനവരക്ഷയ്ക്കായി പിതാവായ ദൈവം നൽകിയ പുത്രനായ യേശുവിൻ്റെ നാമം ക്രൈസ്തവർ ദൈവവും നാഥനും രക്ഷകനും കർത്താവുമായി ആരാധിക്കുന്ന യേശുവിൻ്റെ നാമം. ആ നാമം നിങ്ങൾക്ക് വെറുതെ ഉപയോഗിക്കാനുള്ളതല്ല. അത് നാദൃശയെ പോലെയുള്ള നന്ദികെട്ടവന്മാർക്ക് അവരുടെ 4ാംകിട കച്ചവട തന്ത്രങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതുമല്ല. ഇത് മാത്രമേ സിനിമയുടെ പേരിനെതിരെ പ്രതികരിച്ചവർ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളൂ. ഈ വിഷയത്തിൽ ഷെക്കേന ബിഗ് ഡിബേറ്റിൽ ഫാദർ ടോം ഓലിക്കരോട്ടിന്റെ പ്രതികരണം ശ്രദ്ധിക്കുക. ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ കേരളത്തിലെ ഏകദേശം ഒരു ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും നമ്മൾ അതിൽ ആകുലത രേഖപ്പെടുത്തി. ഞങ്ങളെ ഇത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ നായകന് സംഘടനകളും പ്രതികാരവും കൊലയും രക്തച്ചൊരിച്ചിലുമുള്ള നായകന് ചരിത്രത്തിൽ ക്ഷമയുടെയും ധീരമായ സഹനത്തിന്റെയും ആൾരൂപമായിരുന്ന നസറത്തിലെ യേശുവിനോട് നിങ്ങൾ താതാത്മ്യപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യത്തിലെ സൗഹാർദ്ദപരമായ നമ്മുടെ ഒരു ആകുലത പങ്കുവെക്കുകയാണ്.
നാദിർ ഷാ അന്ന് പറഞ്ഞത് ഇതിൽ ഒന്നും ക്രൈസ്തവ വിരുദ്ധതയില്ല എന്നുള്ളതാണ്. ആട്ടെ, സിനിമ ഇറങ്ങി, PC സാർ സിനിമ കണ്ടു എന്ന് പറഞ്ഞു. ഇതിന്റെ അവസാന ദൃശ്യങ്ങൾ ഞാൻ കാണുകയുണ്ട്. അതൊരു ക്ലിപ്പിംഗ് ആയിട്ട് പലയിടങ്ങളിൽ വാട്സപ്പിലൂടെ ഒക്കെ വരുന്നുണ്ട് ഈ ദിവസം, ഇന്നൊക്കെ രാവിലെയൊക്കെ തൊട്ട്. അപ്പോ ജോർജ് അത് സൂചിപ്പിച്ചതുമാണ്. കുരിശിൽ ഒരാളെ കൊല്ലുന്ന, കുരിശിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു കുന്തത്തിന്റെ മുനയാണ് കാണുന്നത്. അതിലേക്ക് ഒരാളെ വീഴ്ച, തല കുത്തനെ വീഴ്ച കൊല്ലുന്നതാണ് അവസാന രംഗം കാണുന്നത്. അവനെ അങ്ങനെ കൊല്ലേണ്ടതാണ്. കുരിശ് ആരെയും, യേശുക്രിസ്തുവിന് ശേഷം കുരിശ് ഒരു കൊലപാതകത്തിന്റെ ദണ്ഡനോപാധി അല്ല. കുരിശ് ചരിത്രത്തിൽ ഏറ്റവും പ്രാകൃതമായ ഒരു ദണ്ഡനോപാധിയായിരുന്നു. ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ഒരു ചേരുംപടി ചേർക്കൽ നടത്തിയത് മൂലമാണ് കുരിശ് പിന്നീട് ഒരിക്കലും ദണ്ഡനോപാധി അല്ലാതായി മാറിയത്. അത് ഈ ഭൂമി കണ്ട ഏറ്റവും മ്ലേച്ഛമായ അല്ലെങ്കിൽ പ്രാകൃതമായ ഒരു ഉപകരണത്തോട് ഭൂമി കണ്ട ഏറ്റവും നിർമ്മലനായ മനുഷ്യനെ ചേർത്ത് വെച്ചതിന് ശേഷം കുരിശ് കൊണ്ട് ആരെയും കൊല്ലുകയല്ല, കുരിശിലൂടെ രക്ഷിക്കുകയാണ് ചെയ്തത്. ഏത് നല്ല കാര്യത്തിനാണെങ്കിലും, കൊലപാതകവും രക്തചിന്തലും, കുരിശിൽ യേശു ചിന്തിയ രക്തം എല്ലാ മനുഷ്യനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്, അസ്ഥിവാരമാണ്. കുരിശ് കൊണ്ട് കുത്തിക്കൊല്ലുക, അല്ലെ കുരിശിൽ വീഴ്ച കൊന്ന് പ്രതികാരം തീർക്കാൻ അല്ലാതെ വേറെ ഒരു വഴിക്കും നാദിർ ഷായുടെ സംവിധായക ബുദ്ധിയിൽ, കലാഭവന്റെ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി ആബേലച്ചന്റെ പരിലാളനയിൽ വളർന്നു വന്ന നാദിർ ഷായ്ക്ക് നീണ്ട വർഷങ്ങൾ കൊച്ചിൻ കലാഭവൻ എന്ന ക്രൈസ്തവ സ്ഥാപനത്തിൽ നിന്ന് കലയും കലയുടെ ബാലപാഠങ്ങളും അഭ്യസിച്ച് ഈ പേരും പെരുമയും ഉണ്ടായ നാദിർ ഷായ്ക്ക് വേറൊരു രീതിയിലും ഒരു അക്രമിയെ കൊല്ലാൻ പറ്റിയില്ല എന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തല്ല ജീവിക്കുന്നതെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. നാദിർ ഷാ അത്രമേൽ നിഷ്കളങ്കനായ ഒരു സംവിധായകനാണെന്ന് എന്താണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അയാൾ വളർന്നത് കലാഭവന്റെ പരിസരങ്ങളിൽ ആബേലച്ചന്റെ തണലിലായതുകൊണ്ട് തന്നെ കുരിശെന്താണെന്ന് അയാൾക്ക് മനസ്സിലാവാതെയല്ല, കുരിശിന് ക്രൈസ്തവന്റെ ജീവിതത്തിലുള്ള വില എന്താണെന്ന് അറിയാതെയുമല്ല. അപ്പോൾ ഒരാളെ കൊല്ലാൻ കുരിശു മാത്രമേ ഉള്ളൂ. ചന്ദ്രക്കലയിൽ വീഴ്ച കൊല്ലുവോ? ശിവലിംഗത്തിൽ വീഴ്ച കൊല്ലുവോ? നമുക്കെന്താണ് കാര്യങ്ങൾ ഇതുവരെ നമുക്ക് നേരം വെളുക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ. എനിക്കൊരു പുരോഗമനവാദിയാവാൻ വളരെ എളുപ്പമാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പറയുന്നവർ യേശു നാമത്തിന് യഥാർത്ഥ വിശ്വാസികൾ നൽകുന്ന ആദരവും ആരാധനയും തിരിച്ചറിയാത്തവരായിരിക്കാം. ചിലർക്ക് അവനൊരു വിപ്ലവകാരി, മറ്റു ചിലർക്ക് മനുഷ്യസ്നേഹി, വേറെ ചിലർക്ക് ഒരു രക്തസാക്ഷി. അങ്ങനെ പോകുന്നു അവരുടെ ഈശോ സങ്കല്പങ്ങൾ. പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവമാണ്, ഏകരക്ഷകനാണ്, ലോകരക്ഷകനുമാണ്. എന്നാൽ ക്രൈസ്തവരിൽ വിശ്വാസം ക്ഷയിച്ചുപോയ പല ക്രൈസ്തവ നാമധാരികളുമുണ്ട്. അവരിൽ ചില പുരോഹിതന്മാർ പോലുമുണ്ട്. ക്രൈസ്തവർക്ക് എവിടെയെങ്കിലും ചെറിയ അപഭ്രംശമുണ്ടായാൽ ഉടൻ തന്നെ വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന സോഷ്യൽ മീഡിയയിലെ ക്രൈസ്തവ പണ്ഡിതന്മാരുമുണ്ട്. ഇത്തരക്കാരെ സത്യവിശ്വാസികളുടെ ശബ്ദമാക്കി ഈശോ എന്ന നാമത്തെ ഒരു കൂട്ടർ അപഹസിക്കുമ്പോൾ ഈശോയെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവർ അവർ പ്രതിഷേധിക്കും, ഇനിയും പ്രതിഷേധിക്കും. നാദിർ ഷായോട് ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ആ പരമപരിശുദ്ധമായ നാമത്തെ നിങ്ങൾ വെറും ഒരു തറ ചിത്രത്തിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി തികച്ചും അനാവശ്യമായി നിന്ദിച്ചിരിക്കുന്നു. ആ നാമം ദുരുപയോഗം ചെയ്ത് നിങ്ങൾ കച്ചവടം നടത്താൻ ശ്രമിക്കരുത്. തന്നെ നിന്ദിച്ചവരോടും ക്രൂശിച്ചവരോടും കരുണ കാണിച്ചവൻ തന്നെയാണ് ഈശോ. ആ ഈശോ താങ്കളോടും ക്ഷമിക്കും. ആ ഈശോ താങ്കളെയും സ്നേഹിക്കുന്നു. തഗ് എന്ന പേരിൽ നിലവാരമില്ലാത്തതും ഡബിൾ മീനിങ് ഉള്ളതുമായ കൗണ്ടറുകൾ അടിച്ച് അത്ര വലിയ ഗൗരവമൊന്നുമില്ലാത്ത ചാനൽ പ്രോഗ്രാമുകളിലൂടെ ആളായി മാറിയ ബാസിദ് ആൽവി എന്ന പോപ്പുലർ ഫ്രണ്ടുകാരനെ ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയായിരിക്കുന്നു. എല്ലാവർക്കുമല്ല, സമാന ഹൃദയർക്ക് മാത്രം രസിക്കുമാർ വായ തുറന്നാൽ നിലവാരമില്ലാത്ത കോമഡി എന്ന തരത്തിലുള്ള തറുതല വാക്കുകൾ പറഞ്ഞ് ചാനലുകളിലിരുന്ന് തഗ് ലൈഫ് അടിച്ച ഇയാൾക്ക് ആരാധക വൃന്ദം സമ്മാനിച്ച പേരാണ് തഗ്ഗുകളുടെ രായകുമാരൻ എന്നത്. കേവല ന്യൂനപക്ഷത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ആളായി മാറിയ ബാസിദ് ആൽവിക്ക്
താറുമാറായി കിടക്കുന്ന ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കേണ്ടവനാണ് താനെന്നുള്ള കലശലായ ഉത്തരവാദിത്ത ബോധവും ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിസം മൂത്ത അയാൾ ചാനൽ പരിപാടികളുടെ ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകനുമായിരുന്നു. നിലവിൽ സെലിബ്രിറ്റി പരിവേഷത്തിൻ്റെ സ്വാധീനമുള്ള ഇയാൾക്ക് അവിടെ ചില സ്വാധീനങ്ങളുമുണ്ടായി. അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന ഇയാൾ ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കണ്ട് വിദ്വേഷ പ്രസംഗത്തിൻ്റെ വക്താവായി മാറി. അതിൻ്റെ ഏറ്റവും ബീഭത്സമായ വേർഷനാണ് കഴിഞ്ഞ വർഷം നാദാപുരത്ത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി അയാൾ നടത്തിയ കൊലപാതക ആഹ്വാനം നിറഞ്ഞ പ്രസംഗം. ഒരു രാജ്യവിരുദ്ധ ഭീകര സംഘടനയുടെ പ്രസംഗങ്ങൾ ഇവിടെ കേൾപ്പിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഇയാൾ നടത്തിയ ഈ പ്രസംഗത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെ ആർക്കെങ്കിലും പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥ വന്നാൽ പിന്നെ വത്സൻ തില്ലങ്കേരിയും സന്ദീപ് വാര്യരും അടക്കമുള്ള RSS BJP നേതാക്കന്മാരുടെ ഭാര്യമാർ അവർ വിധവാ പെൻഷന് അപേക്ഷിച്ചാൽ മതിയെന്നായിരുന്നു ചെറുക്കൻ്റെ കൊലവിളി പ്രസംഗം. ഹൈന്ദവ നേതാക്കന്മാരെ കൊന്നു തള്ളുമെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ഈ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ കേസെടുത്തെങ്കിലും അയാൾ ശിക്ഷിക്കപ്പെട്ടതായി ഒരറിവുമില്ല. എന്നാൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ പല സ്ഥലങ്ങളിൽ സർക്കാർ സ്വകാര്യ വാഹനങ്ങൾ അടിച്ചു തകർത്ത കേസിലെ മുഖ്യ പ്രതിയായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ തന്നെ ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ മുതൽ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കേസ് അവിടെ തീരാനിടയില്ല. പണ്ടത്തെ നാദാപുരം കൊലവിളി പ്രസംഗം ഇതോടെ കേന്ദ്ര ഏജൻസികൾ ഗൗരവമായി തന്നെ എടുത്തിരിക്കുകയാണ്. ഇവനെ പോലെയുള്ളവർക്ക് ഇന്നും ക്രൈസ്തവ ഹൈന്ദവ ജനവിഭാഗങ്ങളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിൽ ശക്തമായ സ്വാധീനമുണ്ട്. ഇത്തരം സ്വാധീനങ്ങളും സൗഹൃദങ്ങളുമാണ് പലതരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾക്കും ആധാരമാക്കി ഇവർ ദുരുപയോഗിക്കുന്നത്. ബാസിദ് അത്തരത്തിലുള്ള ഒരു പൊയ്മുഖം ധരിച്ച സെലിബ്രിറ്റി ആയിരുന്നുവെന്നും ഉള്ളിൽ തിളച്ചുകൊണ്ടിരുന്നത് കൊടും വർഗീയതയുടെയും വെറുപ്പിന്റെയും കാളകൂട വിഷമായിരുന്നുവെന്നും അയാളുടെ പ്രസംഗങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നു. ഇയാളുടെ തനിനിറം തുറന്നു കാട്ടുന്ന പല പ്രസംഗങ്ങളും പുറത്തു വരാതിരിക്കാൻ പോപ്പുലർ ഫ്രണ്ടുകാർ നന്നേ പണിപ്പെട്ടിട്ടുണ്ട്. കേവലം 25 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഇയാളുടെ മനസ്സിലേക്ക് ഇവർ അത്രമേൽ കടുത്ത വർഗീയ വിഷം ചെലുത്തിയതിനാലാണ് ഇത്തരം പ്രസംഗങ്ങളൊക്കെ ഇയാൾ നടത്തിയതെന്ന് വ്യക്തമാണ്. ഇത്തരം അന്യമത വിദ്വേഷകരമായ നടപടികൾ കൈക്കൊണ്ടിട്ടും ആരാധകരെ നിലനിർത്തുന്ന ഇയാളെ പോലെയുള്ള സെലിബ്രിറ്റികൾക്കെല്ലാം പുറമേ കാണുന്ന മുഖത്തിനപ്പുറത്ത് ചതിയുടെയും മതാന്തതയുടെയും ചോരക്കൊതിയുടെയും വെറിപൂണ്ട മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് കരുതി തന്നെ ഇരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത്തരക്കാരുടെ കടുത്ത ആരാധകരായ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളും ആൺകുട്ടികളും. ഏതായാലും കുറെ കാലത്തേക്ക് അഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് അവൻ തగ్గടിക്കട്ടെ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അതിതീവ്ര ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ ഉദ്യോഗസ്ഥരെ ഞായറാഴ്ച അടക്കമുള്ള പൊതു ഒഴിവ് ദിവസങ്ങളിലും ജോലിക്ക് നിർബന്ധിക്കുന്നത് തുടർക്കഥയായിരിക്കുകയാണ്. മത്സര പരീക്ഷകൾ, വള്ളംകളികൾ, ലഹരിവിരുദ്ധ ക്യാമ്പുകൾ, അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ക്രൈസ്തവരുടെ വിശുദ്ധ ദിവസവും പൊതു അവധി ദിവസവുമായ ഞായറാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിക്കൊണ്ടുള്ള പ്രവണതകൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം നീതിരഹിതമായ സമീപനങ്ങളുടെ ഒടുവിലത്തെ ദൃഷ്ടാന്തമായിരുന്നു കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനം സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തുന്നതിനുള്ള പ്രവൃത്തി ദിവസമാക്കി മാറ്റിയത്. നാളെയുടെ പ്രതീക്ഷകളായി വളർന്നു വരുന്ന തലമുറകളെ തകർത്ത് കളയുന്ന ലഹരി എന്ന മാരകമായ വിപത്ത് ഈ കാലഘട്ടത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള സർക്കാരിൻ്റെ എല്ലാവിധ നീക്കങ്ങൾക്കും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശക്തമായ പിന്തുണ
എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ലഹരിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങളും സമാന്തരമായ ബോധവൽക്കരണങ്ങളും ചെറുത്തുനിൽപ്പുകളും പ്രതിരോധങ്ങളും സദാ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തുടർച്ചയായി ഞായറാഴ്ച പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ട് നടത്തുന്ന കാര്യപരിപാടികൾക്കെതിരെ ക്രൈസ്തവർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് പലർക്കും അത്രയ്ക്കങ്ങോട്ട് പിടിച്ചില്ല. ഏഷ്യാനെറ്റ് പ്രൈം അവറിൽ സഭയുടെ നടപടിയെ വക്രീകരിച്ച് കാണിക്കാനുള്ള അങ്ങേയറ്റം ഹീനമായ ചില ശ്രമങ്ങളുണ്ടായി. ലഹരിക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങുന്നതിൽ ആർക്കാണ് പ്രശ്നം? ഗാന്ധി ജയന്തി ഇത്തവണ ഞായറാഴ്ചയായതിനാൽ സ്കൂളുകളിലെയും കോളേജുകളിലെയും പരിപാടി ഉപേക്ഷിക്കണമെന്ന ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെടുന്നത് എന്തിനാണ്? സങ്കുചിതമായ മത സാമുദായിക ചിന്തകൾ കേരളത്തെ കീഴടക്കുകയാണ്. സഭയ്ക്കെതിരെ നിരന്തരമായി സംസാരിക്കുന്ന ക്രൈസ്തവ നാമധാരികളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരുത്തി സഭയെ പുലഭ്യം പറഞ്ഞ് പലപ്പോഴും തൻ്റെ വീരസ്യം വെളിപ്പെടുത്തിയിട്ടുള്ള വിനു സഭ പറഞ്ഞത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം സംസാരിച്ചത്. സഭയ്ക്കെതിരെ സംസാരിക്കാൻ ദില്ലി സെന്റ് സ്റ്റീഫൻ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ വത്സൻ തമ്പുവിനെയും സഭയോട് എന്നും വിദ്വേഷം വെച്ചു പുലർത്തുന്ന മാധ്യമ പ്രവർത്തകൻ റോയി മാത്യുവിനെയും ഒപ്പമിരുത്തി സഭയ്ക്കെതിരെ ചർച്ച നടത്തുന്ന കാഴ്ച തികച്ചും അപലപനീയമായി പോയി. ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ ജോൺ അരീക്കലിന്റെ നിരീക്ഷണങ്ങളെ അവതാരകൻ തുടർച്ചയായി പ്രതിരോധിച്ചുകൊണ്ടുവരുന്നു. ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഒക്ടോബർ മാസം 2-ാം തീയതി ഞായറാഴ്ചയാണ്. അത് ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നടത്താമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് അന്നേ ദിവസത്തിന്റെ പ്രത്യേകത അത് ഞായറാഴ്ച ആയതുകൊണ്ട്. അത് ഗാന്ധി ജയന്തി ദിനമാണ് ഫാദർ ജോൺ അരീക്കൽ. അത് ഞായറാഴ്ചയാണ് എന്നതിനേക്കാൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത് ഗാന്ധി ജയന്തി ദിനത്തിലാണ്. അത് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങേണ്ടതല്ലേ? കേരളത്തിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അത് തുടങ്ങാൻ ഏറ്റവും നല്ല ഒരു ദിവസം ഗാന്ധി ജയന്തി ദിനമല്ലേ? അതെ, തീർച്ചയായിട്ടും. അതുപോലെ ജൂൺ മാസം 26-ാം തീയതി ലഹരി വിരുദ്ധ ദിനമുണ്ട്. അങ്ങനെ പല ദിവസങ്ങളുണ്ടല്ലോ. ഇത് ഈ ദിവസം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് സർക്കാരിന് എത്ര നിർബന്ധം? ഈ ചർച്ച കണ്ട സാധാരണക്കാരനായ ഒരു കുടുംബനാഥൻ, കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ടിലെ കർഷകനായ ജോഷ് ജെ ലൂയിസ് ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞ വാക്കുകൾ സകല ക്രൈസ്തവരുടെയും വികാരമായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഒരു ചർച്ച കണ്ടിട്ട് വിളിച്ചതാണ്. കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ടിന്ന് ജോഷ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് വിളിക്കുന്നത്. അപ്പൊ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് പള്ളിക്കാരെ അല്ല അച്ഛന്മാരുടെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അൽമാര ഇപ്പൊ ഒരു അൽമാരങ്ങ് വിളിച്ച് പറഞ്ഞേക്കാന്നെങ്കിൽ വിളിച്ച് പറഞ്ഞതാണ്. ആ ഗാന്ധിജി എന്നാ പറഞ്ഞത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നത്? ഗാന്ധിജി പറഞ്ഞത് മദ്യം നിരോധിക്കണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് കൽപ്പനയുണ്ട്. ഒന്ന്, ഏക ദൈവവിശ്വാസം, ഇന്ന ആളാണ് ദൈവം. രണ്ടാമത്തെ ദിവസം ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണമെന്നാണ്. അത് ഞങ്ങൾക്ക് പിണറായി വിജയന്റെ പ്രസംഗം കേട്ടാൽ ഞങ്ങളുടെ ഞായറാഴ്ച ആചരണം പരിശുദ്ധമാവുകയില്ല. ഞങ്ങൾക്ക് പരിശുദ്ധമായിട്ട് ആചരിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും അവകാശം തരുന്നുണ്ട്. ഒരു 3 പേരെ ആരെങ്കിലും വിളിച്ചിരുത്തിക്കൊണ്ട് ചുമ്മാ ക്രിസ്ത്യാനി ഞങ്ങൾ ചീത്തയാ. എളുപ്പമുണ്ടല്ലോ. മതം പഠിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ചില കമ്മ്യൂണിറ്റികൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് കാശെടുത്തു കൊടുക്കുമ്പോൾ നിരന്തരമായി അവഗണന നേരിട്ടിട്ടും എത്രയൊക്കെ ചവിട്ടി തേച്ചാലും ക്രൈസ്തവർ ക്ഷമയുള്ളവരാണ്. അവർ അതൊക്കെ സഹിച്ച് അച്ചടക്കത്തോടെ നിന്ന് ഇലക്ഷൻ ആകുമ്പോൾ നമുക്ക് വോട്ടൊക്കെ ചെയ്ത് അങ്ങനങ്ങ് പൊയ്ക്കോളുമെന്നുള്ള തോന്നൽ ഇതര മതസ്ഥർക്കും സർക്കാരുകൾക്കും തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. അത് മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരം മെക്കിട്ടുകയറ്റങ്ങൾ ഇവിടെ തുടരുക തന്നെ ചെയ്യും. കേരള കോൺഗ്രസ് നേതാവ് മുൻ MLA-യുമായ ജോണി നെല്ലൂർ ഷെക്കൈന ബിഗ് ഡിബേറ്റിൽ നടത്തിയ നിരീക്ഷണം അക്ഷരം പ്രതി ശരിയായിരുന്നു. കുറച്ചു കാലം ആയിട്ടല്ലേ ഈ ഞായറാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കുവാനുള്ള വ്യഗ്രത? ആദ്യം പരീക്ഷ PSC UPSC പരീക്ഷ കാര്യങ്ങൾ വെച്ചു. അതിനെതിരെ നമ്മൾ ശക്തമായി പടപൊരുതി. പക്ഷേ യാതൊരു രക്ഷയില്ല. ഇപ്പോ അടിക്കടി ഒന്നിനു പുറകെ ഒന്നായി ഓരോ തീരുമാനങ്ങൾ. ഇപ്പൊ എന്താ തീരുമാനം എടുത്തിരിക്കുന്നത്? ഗാന്ധി ജയന്തി ദിവസം. അത് ഇന്ത്യ മുഴുവൻ ആചരിക്കുന്ന വലിയൊരു ദിവസമാണ്. നമ്മൾ അതിനാരും എതിരല്ല. ഗാന്ധി ജയന്തി ദിവസം നമ്മൾ ചെയ്യണം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഒരാഴ്ചത്തെ വാരാചരണമാണ് നമ്മൾ നടത്തുന്നത്. കാലങ്ങളായി കേരളത്തിൽ നടത്തുന്നത്. ഈ ലഹരി വിരുദ്ധ കാര്യമെന്ന് അതിനുള്ള പ്രതിരോധം അല്ലെങ്കിൽ അതിനുള്ള പ്രമേയങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഈ ഞായറാഴ്ച തന്നെ വേണമെന്നുണ്ടോ? എന്തേ മാറ്റി ഈ ആഴ്ചയിലെ പിന്നീടുള്ള 6 ദിവസങ്ങളില്ലേ? ഈ 6 ദിവസങ്ങളിൽ എന്തെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ പോരെ?
അപ്പോ എന്ത് ചെയ്താലും ക്രിസ്ത്യാനിയല്ലേ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ, ആ തോന്നൽ മാറ്റിയെടുക്കുവാൻ ഇവിടെ ക്രൈസ്തവർ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പോരാടേണ്ട സമയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ ഒരു കാര്യത്തിലല്ല, പല കാര്യങ്ങളിലും ഇവിടെ പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ നാം ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ ഇവിടെ നമുക്ക് യോജിച്ച് നിന്ന് ഒരു കാര്യം ആവശ്യപ്പെടാൻ പോലും കഴിയുന്നില്ല. ഒറ്റ ഉദാഹരണം, ഞാൻ മറ്റു സമുദായങ്ങളുടെ ഐക്യത്തെ സംബന്ധിച്ച് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പോ നമ്മുടെ വഖഫ് ബോർഡിലേക്കുള്ള നിയമനം PSCക്ക് വിടാൻ തീരുമാനിച്ചു. ആ PSCക്ക് വിടാൻ തീരുമാനിച്ചപ്പോൾ എന്താ ഉണ്ടായത്? മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗ സംഘടനകളും, അത് രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ എല്ലാ വിഭാഗ സംഘടനകളും ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു. എന്തേ വിപ്ലവകാരിയായ പിണറായി വിജയൻ ആ തീരുമാനവും കൊണ്ട് ഓടിയില്ലേ പുറകോട്ട്? അദ്ദേഹം എന്താ തീരുമാനിച്ചത്? നിയമസഭയിൽ കൊണ്ടുവന്ന് ഭേദഗതി നിയമം കൊണ്ടുവന്ന് അത് വഖഫ് ബോർഡിന്റെ നിയമനം PSCക്ക് വിടേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു. കണ്ടുപഠിക്കണം, എന്തുകൊണ്ട് ക്രൈസ്തവർ അത് കണ്ടുപിടിക്കുന്നില്ല? ഈ കാര്യത്തിൽ ക്രൈസ്തവരുടെ അനൈക്യവും മുഖ്യ കാരണമായിട്ടുണ്ടെന്നുള്ള ജോണി നെല്ലൂരിന്റെ നിരീക്ഷണം അതൊരു സത്യം തന്നെയാണ്. ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്തത് തന്നെയാണ് ഈ അവഗണനയ്ക്ക് കാരണമെന്നുള്ള പച്ച പരമാർത്ഥമാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഭാഗത്തു നിന്നെല്ലാം ക്രൈസ്തവർ ഇത്തരം ചിറ്റമ്മ നയങ്ങൾ നേരിടേണ്ടി വരുന്നത് കടുത്ത അരക്ഷിതാവസ്ഥയാണ് അവരുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഷെക്കൈന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ വാരാന്ത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാവരും കേൾക്കേണ്ടത് തന്നെയാണ്. നമുക്കറിയാം, ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 1-ാം നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസ അധിഷ്ഠിതമായിട്ടുള്ള ബിബ്ലിക്കലായിട്ടുള്ള തിയറി അനുസരിച്ച് തന്നെ 6 ദിവസം ജോലി ചെയ്ത് 7-ാം ദിവസം ദൈവം വിശ്രമം നൽകിയ ദിവസമാണ് സാബത്താചരണം നമ്മൾ പറയുന്നത്. അത് കൺവെൻഷണൽ ആയിട്ട് കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്ന ഒരു സാഹചര്യം 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും റോമിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആ ദിവസത്തെ ഹോളിഡേ ആയി അല്ലെങ്കിൽ സൺഡേ ഹോളിഡേ ആയി പ്രഖ്യാപിക്കുകയാണ് ഔദ്യോഗികമായിട്ട്. അപ്പൊ നിലനിന്ന് വന്നിരുന്ന ഒരു കഷ്ടത്തെയാണ് ഒരു നിയമമാക്കി ചക്രവർത്തി മാറ്റി. അത് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് എല്ലാ നാടുകളിലും കണ്ടത്. ഒരു ഭരണാധികാരി പെട്ടെന്ന് കയറി ഒരു ദിവസം അതൊരു ഹോളിഡേ ആക്കിയ സമൂഹത്തിൽ നിലനിന്ന് വന്നിരുന്ന ഒരു അനുഷ്ഠാനത്തെ അല്ലെങ്കിൽ പ്രയോജനകരമായിട്ടുള്ള ഒരു ജീവിതചര്യയെ ഒരു നിയമമാക്കി ഭരണാധികാരികൾ മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമാണ് നമുക്കറിയാം വീക്കെൻഡുകൾ, പ്രത്യേകിച്ച് സൺഡേസ് ഒക്കെ ഹോളിഡേ ആയി വരും. അവിടെ 2 ആസ്പെക്ട് ഉണ്ട്. ഈ സൺഡേ ഹോളിഡേ ആകുമ്പോൾ വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് വിശ്രമദിനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്രമദിനവും അതേസമയം അവരുടെ ഒരു ആത്മീയ ജീവിതത്തിന്റെ ഉണർവ് നൽകുന്ന, വരുന്ന ആഴ്ചയിലേക്ക് വേണ്ടുന്ന ഊർജ്ജം നൽകുന്ന, വിശ്വാസ പരിരക്ഷ നടത്തുന്ന, വിശ്വാസ അനുഷ്ഠാനം കൂടുതൽ ശക്തമായിട്ട് നോക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച ആചരണം എന്ന് പറയുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചപ്പോൾ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ തലത്തില് 19-ാം നൂറ്റാണ്ടിലെ ശക്തമായ അടിത്തറയിട്ട് വളർന്ന ക്രൈസ്തവ സമുദായം നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ എന്ന് പറയുമ്പോൾ പള്ളിയോടൊപ്പമാണ് പള്ളിക്കൂടങ്ങൾ. എന്തുകൊണ്ടാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ വെച്ചത്? അങ്ങനെ പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ വെച്ച് പഠനത്തിലേക്ക് ജനങ്ങളെ, വിദ്യാഭ്യാസ മേഖലയിലേക്ക് ജനങ്ങളെ വഴി നയിച്ച് വെളിച്ചം തെളിച്ച് കാണിച്ചു കൊടുത്തു വന്ന സമൂഹം 5 ദിവസം പള്ളിക്കൂടങ്ങളിൽ വിദ്യാഭ്യാസം ആചരിക്കുകയും അല്ലെങ്കിൽ വിദ്യാഭ്യാസം പഠിക്കുകയും ഞായറാഴ്ചകളിൽ അതേ സ്കൂളുകളിൽ വെച്ച് വിശ്വാസം പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണിത്. അപ്പൊ വിശ്വാസ പരിശീലനത്തിന്റെ ഒരു തലം കൂടിയാണ് സ്കൂളുകൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. അതിനൊരു ഉപാധിയാണ്, അതിനൊരു മാർഗമാണ് വാസ്തവത്തിൽ സ്കൂളുകളിലെ 7-ാം ദിവസം, സ്കൂളുകളില്ലാത്ത ദിവസം അല്ലെങ്കിൽ പ്രവൃത്തി ദിവസം അല്ലാത്ത ദിവസങ്ങളിൽ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി സഭ മാറ്റിവെച്ചത് പ്രവൃത്തി ദിവസങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ. അത് കേരളത്തിൽ നടത്തുകൊണ്ടിരിക്കുന്ന ഒരു കൺവെൻഷനാണ്. അത് കാലാകാലങ്ങളായി വന്നിരിക്കുന്ന നിയമ പ്രാബല്യം ലഭിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. ഈ സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് 5 ദിവസം പ്രവൃത്തി ദിവസമാക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം. അത് ആരെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കയറി 5 ദിവസം പ്രവൃത്തി ദിവസമാക്കിയതല്ല. വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഒരു ബൗദ്ധികമായിട്ടുള്ള എക്സസൈസ് ആണ്. ആ ബുദ്ധിയുടെ പ്രവർത്തനത്തിന് 5 മണിക്കൂർ 6 മണിക്കൂർ കായികാധ്വാനം ചെയ്യാൻ ആവശ്യമായ എനർജി 1 മണിക്കൂർ ബൗദ്ധിക പ്രവർത്തനത്തിന് ആവശ്യമാണെന്ന് ശാസ്ത്രം കണ്ടെത്തിയതാണ്. അതുകൊണ്ടാണ് 5 ദിവസം പഠിച്ചിട്ട് 2 ദിവസം വിശ്രമം കൊടുക്കണം. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും ബുദ്ധിയെ ഉത്തേജിപ്പിക്കാനും റെസ്റ്റ് ആവശ്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് സാറ്റർഡേ സൺഡേ കൊടുക്കുന്നത്. ആ സൺഡേ ആണ് വാസ്തവത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങള് ക്രൈസ്തവ പരിശീലനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ആ സ്കൂളുകളെ ഉപയോഗപ്പെടുത്തുന്നത്.
അപ്പൊ ആർക്കും പരിക്ക് പറ്റാത്ത വിധത്തിലാണ് വാസ്തവത്തിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെ വിശ്വാസ പരിശീലനം നടത്തുന്നത്. അത് സഭയുടെ ടോളറൻസിന്റെ ഭാഗമാണ്, സഭ സഹിഷ്ണുതയുടെ ഭാഗമാണ്. ഞായറാഴ്ചകളിൽ ഇങ്ങനെ തുടർച്ചയായി പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ വെള്ളിയാഴ്ചയെ അവധി ദിവസമാക്കി മാറ്റാനുള്ള ചിലരുടെ കുതന്ത്രങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് സംശയിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. ഒപ്പം നിയമസഭയിലെ ക്രൈസ്തവ നാമധാരികൾ ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാതിരിക്കുന്നതും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് കാൻ സമാപിക്കുന്നു. സാധാരണക്കാരുടെ ആശങ്കകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.